നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള 3 സിനിമകൾ, ആ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു വിശേഷങ്ങൾ, അതായത് ആ സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ആ സിനിമ എങ്ങനെയാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എത്രമാത്രം ജനപിന്തുണകൾ ആ സിനിമകൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ, അതായത് നിവിൻ പോളി അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമയിൽ കുറച്ച് അൻപും പാസമൊക്കെ പറയുന്നത് പോലെ ഒരു രാജ്യസ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു സിനിമ നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, തിയേറ്ററിൽ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമ. അപ്പോൾ ആ ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് 2,90,00,000 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം, നിവിൻ പോളി സിനിമയാണ് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ഫാൻസ് ഉള്ള ഒരു നടനാണ് നിവിൻ പോളി. അപ്പോൾ നിവിൻ പോളിക്ക് കുറച്ച് നാൾ സിനിമകളൊക്കെ മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഫീൽഡിൽ നിന്നും നമ്മൾ ആ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ സിനിമയിൽ നിന്നും ഔട്ടായി, അല്ലെങ്കിൽ ആ ഫീൽഡ് ഔട്ടായി എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു നിവിൻ പോളി. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സിനിമ തിരിച്ചു കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ആ സിനിമയിലൂടെയാണ് അദ്ദേഹം കുറച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സിനിമ തിയേറ്ററുകളിൽ സാധിച്ചു എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും നിവിൻ പോളി തിരിച്ചു വന്നു എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മൂവിയായിരുന്നു തിയേറ്ററിലേക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലും അദ്ദേഹം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ലൊരു നടൻ എന്നുള്ളത് വീണ്ടും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ നല്ല രീതിയിൽ ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ സിനിമയ്ക്ക് അത്രമാത്രം നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ ആദ്യത്തെ ദിവസം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, പകുതി അഭിപ്രായം പൊട്ടയും പകുതി അഭിപ്രായം നല്ലതാണ്. അപ്പോൾ അതൊരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യത്തിനും 2 വശങ്ങളുണ്ടല്ലോ, നല്ലതുണ്ട് ചീത്തയുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് തിയേറ്റർ റെസ്പോൺസ് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്, ഈ 5 പാസം കൂട്ടി കളിക്കിയപ്പോൾ, അതായത് ഈ സിനിമയിൽ സെൻറ്റിമെൻറ്റ്സ് കുറച്ച് വർക്കൗട്ടാക്കിയപ്പോൾ ജനങ്ങൾക്ക് പിടിതരാൻ പറ്റാത്തൊരു അഭിപ്രായമായി. അതായത് എന്താണ് പറയേണ്ടത്, ഈ സിനിമ പൊട്ടയാണോ എന്നുള്ളത് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം സാധാരണ രീതിയിൽ കണ്ടു വന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു വച്ചിരിക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ സിനിമേനെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിവിൻ പോളി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് ഇറങ്ങിയ ആദ്യത്തെ ദിവസത്തിൻ്റെ ഒരു 2ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ ദിവസത്തിൻ്റെ ഒരു കളക്ഷനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഫോഴ്സിങ്ങോ ഒന്നും ഈ സിനിമയ്ക്ക് ഇപ്പോൾ കണ്ടു വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത്. എങ്കിലും കൂടിയിട്ട് സിനിമ ഒരു ആവറേജ് രീതിയിൽ സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 ഷോകൾ വെച്ച് തന്നെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച എൻഡിങ്, അതായത് സിനിമ ഇപ്പോൾ 6 ദിവസമായിട്ടും സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു സിനിമയുടെ നിലവാരത്തെക്കുറിച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഇനി നെക്സ്റ്റായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് ദിലീപ് നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ പവി കെയർ ടേക്കർ. അപ്പോൾ പവി കെയർ ടേക്കർ എന്ന് പറയുന്നത് ദിലീപ് സിനിമകളിൽ ഇപ്പോൾ കുറച്ച് നാൾ 2-3 സിനിമ, ബാന്ദ്ര അതുപോലെ തന്നെ തങ്കമണി എന്ന് പറയുന്ന സിനിമയൊക്കെ കുറച്ച് ഔട്ടായി പോയിട്ടുള്ളൊരു സിനിമയാണ്. അത്ര ഒരു അഭിപ്രായമൊന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിൽ തൊട്ട് മുന്നിലുള്ള രാമലീല എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു വളരെ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഒരു 3-4 സിനിമകൾ ദിലീപേട്ടന് കുറച്ച് ബാക്ക് പോയി എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടൻ സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടായി. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ദിലീപിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വിഭാഗം വേറെ. പിന്നെ അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് നെഗറ്റീവുകൾ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടൊക്കെയോ സിനിമയെ തകർക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം തിയേറ്ററിൽ നിന്നും കിട്ടിയ റെസ്പോൺസ് ഒരു ആവറേജ് തന്നെയാണ്. അപ്പോൾ ഫാമിലി പ്രേക്ഷകർ കൂടുതലായിട്ട് ഈ സിനിമയെ ഏറ്റെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷനാണ്. കാരണം ഈ സിനിമ വെക്കേഷൻ ടൈമിൽ ഇറങ്ങിയിട്ടും സാധാരണ രീതിയിൽ ഒരു ദിലീപ് ചിത്രത്തിന് വെക്കേഷൻ ടൈമിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ തിയേറ്ററൊന്നും സാധിച്ചിട്ടില്ല. എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് ആളുകൾ ഇപ്പോഴും ടിക്കറ്റ് ചോദിച്ചു വരുന്നുണ്ട്. സിനിമ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു സിനിമകൾ വന്നതുകൊണ്ട് ഈ സിനിമ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററിൽ നിന്നും മാറ്റേണ്ടതായിട്ട് വന്നു. പിന്നീട് വീണ്ടും ദിലീപ് ചിത്രത്തിന് ടിക്കറ്റുകൾ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുടെ കുറച്ച് ഒരു പോരായ്മകൾ കൊണ്ട് തന്നെ വീണ്ടും പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് റിലീസ് വീണ്ടും ഇറങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ കൂടുതൽ തിയേറ്ററിലേക്കും സിനിമ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എന്തോ നമുക്കറിയില്ല, ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപിന് ഇപ്പോഴും ജനപിന്തുണനായുള്ളത് കൊണ്ടാവാം കൂടുതലും ഫാമിലി സപ്പോർട്ടായിട്ട് കുട്ടികൾക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. ഇറങ്ങിയ 8ാമത്തെ ദിവസം അല്ലെങ്കിൽ 9ാമത്തെ ദിവസം സിനിമയ്ക്ക് അത്ര നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ 10ാമത്തെ ദിവസം സിനിമ കടന്നപ്പോൾ വലിയൊരു കളക്ഷൻ സിനിമയ്ക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റുകളും കൂടുതലായിട്ട് വിറ്റഴിയപ്പെടുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ ഒരു ടൈറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിലീപ് ചിത്രം ഒരിക്കലും ഒരു നഷ്ടമായി എന്നുള്ളത് പറയാൻ കഴിയില്ല. കൂടുതൽ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള, അതായത് 6 കോടിയോളം രൂപ ചെലവാക്കിയിട്ടുള്ള പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ മുതൽ മുടക്കിലപ്പുറം സിനിമ 10 കോടി രൂപയോളം സിനിമ കളക്ട് ചെയ്ത് ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കൂടി നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമുക്ക് അടുത്തായിട്ടൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമ നടികർ. അപ്പോൾ നടികർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടൻ എന്ന രീതിയിലും വ്യക്തി എന്ന രീതിയിലും ടൊവിനോ തോമസിന് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്രളയകാലത്ത് ഒപ്പം നിന്നതും അല്ലെങ്കിൽ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുവേ അദ്ദേഹം ഒരു നോർമലി പേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നൊരു നടനായി അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ വന്നത്. ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു നായകൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടൊവിനോ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് യൂത്തുകൾക്കിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നടനാണ് ടൊവിനോ തോമസ്. അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മധ്യവയസ്കർക്കിടയിലേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 45-50 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ ടൊവിനോ തോമസിനെ ഇഷ്ടപ്പെടുന്നത് കോളേജ് ക്യാമ്പസ് അങ്ങനത്തെയുള്ള കുറച്ച് യൂത്ത് ടീമുകളാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും തല്ലുമാല എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയൊക്കെ വന്നപ്പോൾ അടിനല്ല് തന്നെയായിരുന്നു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി തിയേറ്ററുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സിനിമ വന്നപ്പോൾ ടൊവിനോ തോമസ് ഓരോ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ ആരാധകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്തവർ വരെ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോകും എന്നുള്ളതാണ് ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള നടികർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ ആദ്യത്തെ ദിവസം അത്ര ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഗുണ്ട് പടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് തംബ്ലൈൻ ഇട്ടിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് എല്ലാവരും അങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ്. അതിലിപ്പോൾ സിനിമയ്ക്ക്, അതായത് ടൊവിനോയ്ക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവുകൾ വരാൻ, അദ്ദേഹത്തിന് വേറെ വിമർശനം കാര്യങ്ങളൊന്നുമില്ല. സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്ന ഒരു നല്ലൊരു പേരുള്ള ഒരു നടനാണ് ടൊവിനോ തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസം സിനിമ തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു രീതിയിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് കൂടുതലായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതും വേണമെങ്കിൽ പറയാം. കാരണം 2ാമത്തെ ദിവസം സിനിമയ്ക്ക് ആദ്യത്തെ ദിവസത്തിൻ്റെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ തിയേറ്ററിലേക്കുള്ള ഒരു ഫോഴ്സിങ് നമുക്ക് 2ാമത്തെ ദിവസം കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരാഴ്ച കഴിയുമ്പോഴാണ് സിനിമയുടെ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 4 ഷോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററുകളിൽ. എങ്കിലും കൂടിയിട്ട് ടൊവിനോ തോമസിൻ്റെ സാധാരണമായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ഒരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ടൊവിനോ തോമസിൻ്റെ നടികർ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷം. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഫഹദ് ഫാസിൽ നായകനായെത്തിയിട്ടുള്ള ആവേശം എന്ന് പറയുന്ന സിനിമ. ഒരു രക്ഷയില്ല, സിനിമ ഇപ്പോഴും അടിച്ച് കയറി തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റുകൾ ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ ഇന്നലെ കളിച്ച ഞായറാഴ്ച വരെ 25 ദിവസമായി സിനിമ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സിനിമ കാണാൻ കഴിയാത്തവരുണ്ട്, അതായത് ടിക്കറ്റ് കിട്ടാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോഴും ടിക്കറ്റുകൾ കൂടുതലായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കളിക്കുന്ന തിയേറ്ററുകളിൽ തന്നെ 4 ഷോ വെച്ചിട്ട് ഇപ്പോഴും സിനിമ തിയേറ്ററുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള സിനിമയുടെ ക്ലാഷ് മൂലം, അതായത് മറ്റുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഡേറ്റ് കാരണമാണ് സിനിമകൾക്ക് ചില ഷോകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കൂടിയിട്ട് 12 മണിക്ക് നൈറ്റ് വെച്ചിട്ടുള്ള ഷോയ്ക്കും ഇപ്പോഴും ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഹൗസ്ഫുള്ളാണ്. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഫഹദ് ഫാസിലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു നടനാന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. ഇപ്പോൾ അതാ വീണ്ടും ആവേശം എന്ന് പറയുന്ന സിനിമയിലൂടെ വളരെ ആവേശകരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ സിനിമ ഉടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമ വളരെയധികം 100 കോടിക്ക് മുകളിലാണ്. ഇപ്പോൾ 150 കോടിയുടെ ഒരു അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ഒരു കളക്ഷൻ എന്നുള്ളത്. കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സിനിമ ഒരിക്കലും എൻഡിങ് ആയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 ദിവസം കഴിഞ്ഞിട്ടും സിനിമ നല്ല രീതിയിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോളിഡേയ്സ് അല്ലാത്ത രീതിയിലും അല്ലാത്ത ദിവസത്തിലും സിനിമയ്ക്ക് നല്ല രീതിയിലാണ് ടിക്കറ്റുകൾ കൂടുതലായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു 4 സിനിമകളുടെ വിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ സിനിമകളാണ്, പല അഭിപ്രായങ്ങളും പല രീതിയിലുണ്ടാവും. എന്നിരുന്നാലും ഈ സിനിമകൾ നിങ്ങളുടെ വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണാം, നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരാണെങ്കിൽ, ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക.
കൂടുതൽ സിനിമയുടെ മറ്റു വിശേഷങ്ങളുമായിട്ട് നല്ല നല്ല സിനിമകൾ മലയാള ഇൻഡസ്ട്രിയിൽ പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.